ആരേത്? എന്താ വേണ്ടത്? ഡോക്ടർ ശൈലജ ആന്റി മാഡം ആണോ? ആരാമേ? ഒന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെടാ. ശരൺ മാഡത്തിന്റെ മകനാണോ? ആണല്ലോ. എനിക്കൊന്ന് അകത്തേക്ക് വരാമോ? കമിൻ. എന്താ വേണ്ടത്? എനിക്കിപ്പോ അമ്മയുടെ അനുഗ്രഹം വേണ്ടത്. ആരാമേത്? എനിക്ക് വരാൻ പോകുന്ന മരുമകളാടാ. മരുമകളാ? ദൈവമേ, അവളെന്തിനാ ഇവിടെ വന്നേ? എവളാ? ഇവളോ? ഇവളോ? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? മച്ചാ, കോളേജിലെ ന്യൂ അഡ്മിഷനാ വരുന്നത്. നീ ആ വൈറ്റ് ടീഷർട്ടിനെ നോക്കി മൈൻഡ് ബ്ലോയിക്കടാ. ഞാൻ അവളെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തു. നോക്കടാ മച്ചു, നോക്ക്. എന്നേക്കാ മുമ്പ് ഇവൻ ബുക്ക് ചെയ്തെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യണം. ആരാടാ ബ്ലാക്ക് ഡ്രസ് ഇട്ടോണ്ട് വരുന്നതാണോ? ബ്ലാക്ക്, വൈറ്റ് കളർ, വൈറ്റ് വിത്ത് പിങ്ക് ബാഗ്, വെരി ബ്യൂട്ടിഫുൾ. എന്താ നീയൊക്കെ എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നു. അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവൾ ആരാ? നിന്റെ ഫിസിക് എന്താ? അവളുടെ ഫിഗർ എന്താ? നിന്റെ കളറൊന്ന് നോക്കി, എന്നിട്ട് അവളുടെ കളറൊന്ന് നോക്ക്. നിന്റെ ചിരി എന്താ? അവളുടെ ചിരി ഒന്ന് നോക്കി. മച്ചു എന്നെ പുകഴ്ത്തുവാണോ അവളെ പുകഴ്ത്തുവാണോ? നിന്നെയാടാ കോപ്പൻ. സൗന്ദര്യത്തിൽ നീ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു. തന്നെ അളിയാ? അതെ മച്ച, അമ്മ എപ്പോഴും പറയാറുണ്ട് എന്റെ സൗന്ദര്യത്തിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ കോംപ്രമൈസിന് പോകരുതെന്ന്. സില്ലി ഗേൾ, ഐ ഡ്രോപ്പ് യു മാ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ. നീ എന്നെ പുകഴ്ത്തുന്നത് കേട്ടപ്പോ ഈ നിമിഷം വരെ അതിലൊരു ചതിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ അന്ന് സിനിമയ്ക്ക് വന്നതും ചേർത്തെ രണ്ടെണ്ണം കിട്ടുള്ളൂ. എടാ അതിപ്പോ എങ്ങനെ 4 പേരിലിടാ നമ്മള്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്യൂസ് മീ, പറ്റുമെങ്കിൽ എനിക്ക് 2 ടിക്കറ്റ് എടുത്ത് തരാമോ പ്ലീസ്? കൗണ്ടറിൽ ചെന്നാ മതി, കിട്ടും. അത് കൊടുത്തേക്കടാ, വാങ്ങിച്ചോ. താങ്ക് യു. എന്നിട്ട് ആ ടിക്കറ്റും കൊണ്ട് നീയൊക്കെ രണ്ടും കൂടി కొంచెం తెక్కుంది కానీ దానికి లక్కుంది. ഞാൻ ഇത്രയൊക്കെ ക്ലൂ തന്നപ്പോ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണ്ടേടാ. നിന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്ന്. അത് കറക്റ്റാടാ. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? മഞ്ജു. മഞ്ജു, അത് ശരി. ഒരു മഞ്ജുനാഥ് വിളിക്കുന്നു. മഞ്ജുനാഥിന്റെ കൊള. എന്നാ മഞ്ജുനാഥ. ആരാടാ ഇത്? രാത്രിയൊന്നും പകലൊന്നും ഒന്നും ഇല്ലാതെ വെറുതെ. അമ്മ, അവൾക്ക് ഞാൻ അല്ല, അവന് ഫ്രണ്ടായിട്ട് ഞാനേ ഉള്ളമ്മ, അതുകൊണ്ട്. അമ്മ, ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. പോടാ, അമ്മയോട് പോലും ഒന്ന് പറയാൻ തോന്നില്ലല്ലോ നിനക്ക്? ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, അപ്പോഴാ ഇവള് വന്നേ. ദേ നോക്ക്, ഇതിപ്പോ എല്ലാ അമ്മമാരും മകനോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാം. എന്ത്? നിന്റെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആരെയായിരിക്കും നന്നായിട്ട് നോക്കുക? എന്നെയോ അവളെയോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ പറയുകയാണെങ്കിൽ അവൾ നമ്മോടൊപ്പം ഉണ്ടാവും. നീ ആള് കൊള്ളാലോടാ. ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി അവളും വന്നു ചേർന്നു. പക്ഷേ ശ്രീനഗർ കോളനി നിവാസികളെ ഒഴിപ്പിക്കുന്നു എന്ന അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത എൻ്റെ മകന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് അപ്പോഴെനിക്കറിയില്ലായിരുന്നു.